ഇറാൻ കഴിഞ്ഞ ദിവസം അമേരിക്കക്ക് വലിയൊരു ഭീഷണി, ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ രാത്രിയിൽ ഇറാനിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ആക്രമിച്ചാൽ യുഎഇയിലുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിക്കും. അതായത് ദുബൈയിലും അതുപോലെ അബുദാബിയിലുമുള്ള എയർപോർട്ട്, അതുപോലെ ഫുജൈറ, ജബൽ അലി തുടങ്ങിയ സ്ഥലത്തുള്ള പോർട്ടുകൾ, ഇതിന് നേരെ ആക്രമണം ഉണ്ടാകും എന്ന് ഇറാൻ കൃത്യമായി പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത, ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവോയ്ഡഡ് ടാർഗറ്റിംഗ് ഇറാനിയൻ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ. ഇറാന്റെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ഈ കഴിഞ്ഞ രാത്രിയിൽ ആക്രമണങ്ങൾ അമേരിക്ക ഒഴിവാക്കിയെന്നാണ്. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഫോളോവിങ് ഇറാൻ ത്രെറ്റ് ടു സ്ട്രൈക്ക് യുഎഇ പോർട്ട്സ് ആൻഡ് എയർപോർട്ട്സ്, എയർപോർട്ടുകളും പോർട്ടുകളും ആക്രമിക്കും. ഫുജൈറ അതുപോലെ ജബൽ അലി, ഇത് വളരെ പ്രധാനപ്പെട്ട യുഎഇയിലെ പോർട്ടുകളാണ്. ഈ പോർട്ടുകളും അതുപോലെ തന്നെ ദുബായ്, അബുദാബി തുടങ്ങിയ പ്രധാനപ്പെട്ട എയർപോർട്ടുകളും ആക്രമിക്കും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ അടിസ്ഥാനത്തിൽ ഈ ഒരു ഭീഷണി മുന്നിലുണ്ടായതുകൊണ്ട് അമേരിക്ക കഴിഞ്ഞ രാത്രി ഇറാന്റെ പാലങ്ങളോ അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകൾ ആക്രമിച്ചിട്ടില്ല എന്ന വിവരം വരുന്നു. ഇറാന്റെ ഓരോ ഭീഷണികളും അമേരിക്ക മുഖവിലക്കെടുക്കുന്നു. അത് കാര്യമുള്ളതാണ് എന്ന് അമേരിക്കക്ക് ബോധ്യപ്പെടുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ല എങ്കിൽ ഇതൊരു കേവലം ഭീഷണിയായി മാത്രം, ട്രംപൊക്കെ സാധാരണ നടത്തുന്ന ഭീഷണി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ 48 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താറുണ്ട്. പക്ഷേ ഇറാൻ അത് ചെവിക്കൊള്ളാറില്ല. കാരണം അത്തരത്തിലുള്ള ഒരു ഭീഷണിയും അത് വയലേറ്റ് ചെയ്താൽ പോലും നടപ്പിലാക്കുന്ന രീതി അമേരിക്കക്കില്ല, അല്ലെങ്കിൽ അതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കഴിയില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. അതേസമയം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് നടത്തുന്ന 24 മണിക്കൂർ 48 മണിക്കൂർ കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ സാധാരണഗതിയിൽ ഇറാന് മുന്നിൽ ഭീഷണിപ്പെടുത്താറുണ്ട്. ഇറാൻ അത് മുഖവിലക്കെടുക്കാറില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾക്ക് ഒരു പഴയ ചാക്കിന്റെ വില പോലും ലോകത്തില്ല, അല്ലെങ്കിൽ ഇറാന് മുന്നിൽ ഇല്ല എന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം.